ഇവിടെ ഈ ഗ്ലാസ് റൂമിൻ്റെ അകത്ത് ഒരുപാട് സുന്ദരികളായ പെൺകുട്ടികളെ നമുക്ക് കാണാം. വെറൈറ്റീസ് ഓഫ് പോൺ പരിപാടികൾ ഇവിടെ ഉണ്ട്. ഹെയ്നക്കിൻ്റെ ഒരു ബോട്ട് പോകും. കനബീസ് അഥവാ കഞ്ചാവ് കൊണ്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, പുളി ഉള്ളതുണ്ട്, പുളി ഇല്ലാത്തത്. അങ്ങനെ സൈക്കിളുകൾ നമുക്ക് പൂകൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് കാണാം. ഫേമസ് ക്രിക്കറ്ററായ സുരേഷ് റൈനയുടെ ആംസ്റ്റർഡാമിലുള്ള റെസ്റ്റോറൻ്റാണ്. ആർക്ക് വേണോ നമുക്ക് ഇവിടുന്ന് വാങ്ങാം. ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പം നമ്മൾ രാവിലെ തന്നെ ഉറക്കമൊക്കെ എണീറ്റ് ഫ്രഷായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇന്ന് ആംസ്റ്റർഡാമിലെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം പരിപാടികളുണ്ട്. മെയിനായിട്ട് നമ്മൾ കനാൽ ബോട്ട് ക്രൂസ് പോകണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് മസാല ദോശയും ഒരു സെറ്റ് കൊത്തു പൊറോട്ടയും വാങ്ങി. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത് ഒരു ഗോൾഡൻ കളർ കാർ റോഡിൽ സ്റ്റക്കായി നിൽക്കുന്നു. സംഭവം അതിന് നീളം ഉള്ളതുകൊണ്ട് തന്നെ വളഞ്ഞു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഒരുവിധം സൈഡൊക്കെ പറഞ്ഞു കൊടുത്തു. ആംസ്റ്റർഡാമിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം റെയിൽവേ സ്റ്റേഷനിലായാലും ബസ്സിലായാലും ടാപ്പിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ടാപ്പ് ചെയ്താൽ മാത്രമേ കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റൂ. നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടിയായ കനാൽ ബോട്ട് ക്രൂസിനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ടാണ് നമ്മളിവിടെ നിന്നത്. അപ്പോൾ ഏകദേശം ഒരാൾക്ക് 17.5 യൂറോ വെച്ചാണ് ടിക്കറ്റ് ആയത്, അതും 1 മണിക്കൂറത്തേക്ക്. അപ്പം നമ്മൾ ചൂസ് ചെയ്തത് ലവേഴ്സ് കഫേ എന്ന് പറഞ്ഞ ഒരു ഏജൻറ്റിൻ്റെയാണ്. സംഭവം അടിപൊളിയാണ്, അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കനാൽ ക്രൂസിലേക്കുള്ള ഡിപ്പാർച്ചറും കാര്യങ്ങളൊക്കെയാണ് താഴെ. അപ്പോൾ അങ്ങോട്ട് നടക്കാം. ഇവിടെ കുറേ ബോട്ടുണ്ട്, നമുക്ക് പോകാനുള്ളത് ഇവിടെയാണ്. താങ്ക് യു. നമുക്കങ്ങനെ ഒരു ഇയർഫോണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഗൈഡൻസിനായിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് പോണ വഴിക്ക് അവർ ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. Eeny, meeny, miny. There is already one going. I'm not calling you fat. I'm not calling you fat. Yes, thank you, ma'am. You're going round, so it's not a problem. അങ്ങനെ നമ്മളെ കപ്പിത്താൻ വണ്ടി എടുക്കാൻ പോവുകയാണ്. നമുക്ക് ചേട്ടൻ്റെ ഡ്രൈവിങ് എങ്ങനെ ഉണ്ടാവും നോക്കാം. കെട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി ഇപ്പം റിവേഴ്സ് മോഡിലാണ്. പോണ വഴിക്ക് നമ്മുടെ ഹോം ടൗണായ ബെർലിൻ്റെ ഒരു കപ്പൽ കണ്ടിട്ടുണ്ട്. കപ്പലല്ല, ബോട്ട്. നമുക്ക് ആ മരങ്ങൾക്കിടയിലായിട്ടൊരു പള്ളി കാണാൻ പറ്റും. അതൊരു ഫേമസ് പള്ളിയാണെന്നാണ് ഈ ഗൈഡൻസ് പറയുന്നത്. No, we call it the drunken houses because the only one is standing straight is the Mulligan's pub, the Irish pub. That's to do something about the whiskey, I think. ഹെയ്നക്കിൻ്റെ ഒരു ബോട്ട് പോകും. നമ്മൾ ആ കാണുന്നത് ഒരു ഫോൾഡിങ് ബ്രിഡ്ജാണ്. സംഭവം അത് മെയിനായിട്ട് വലിയ കപ്പലൊക്കെ വരുമ്പോഴാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഓപ്പോസിറ്റായിട്ട് ഒരു ബോട്ട് വരുന്നുണ്ട്. സംഭവം കനാൽ ഇടുങ്ങിയതായതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ഒരു ബോട്ടേ പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ക്യൂ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് 7 ആർക്ക് ബ്രിഡ്ജ് കാണാം. പക്ഷെ ഞങ്ങൾ ബോട്ടൊന്നും കടത്തിവിടത്തില്ലെന്നാണ് അവർ പറയുന്നത്. ആംസ്റ്റർഡാമിൽ ഏകദേശം ചെറുതും വലുതുമായിട്ട് 195 കനാലുകളും അതുപോലെ 1500ഓളം ബ്രിഡ്ജസും ഉണ്ടെന്നാണ് കണക്ക്. അതുമാത്രമല്ല ഈ കനാൽസൊക്കെ വേൾഡ് ഹെറിറ്റേജിൻ്റെ ലിസ്റ്റിലുള്ള സ്ഥലവും കൂടിയാണ്.
ബ്രിഡ്ജിൻ്റെ അവിടെ നമുക്ക് കുറച്ച് നമ്പറുകൾ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും പാലത്തിൻ്റെ നമ്പറും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. നമുക്ക് അവിടെ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. 3727 നമ്പറുടെ നമ്പർ പേര് കാണാൻ ആരണോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. ഇതാണ് നമ്മൾ ആർക്ക് വിളിച്ചു. നമ്മൾ കയറാൻ പോകുന്ന ആർക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കിടുക്കാച്ചി ബോട്ട് കണ്ടു. നമ്മുടെ കനാൽ ക്രൂസിൻ്റെ ടൈമിംഗ് ഏകദേശം കഴിയാറായി. ഏകദേശം 1 മണിക്കൂറാണ് നമ്മൾ എടുത്തത്. ഇപ്പം തന്നെ ഏകദേശം 50 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത് പോകുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണ്. അപ്പോൾ ആ കാണുന്ന ചർച്ചിൻ്റെ അവിടെയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് പോകുന്നത്. So, dear guests, did you have a good time? Yeah. Did you learn something about Amsterdam, the history? Yes. Now we had a beautiful weather. Okay, we're almost at the end of this tour. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ബോട്ട് ഒതുക്കാനുള്ള പരിപാടിയിലാണ്. ആ നേരെ കാണുന്നതാണ് ആംസ്റ്റർഡാം സെൻട്രൽ. You can safely board the boat, guys. നമുക്കൊരു ടിപ്പ് Thank you so much, guys. Enjoy your stay in Amsterdam. താങ്ക് യു. Thank you so much. ബൈ. Enjoy. Bye. അങ്ങനെ നമ്മളെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനായിട്ട് പോവുകയാണ്. ഏകദേശം വൈകുന്നേരമായി. സൂര്യനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ഒരു പാൻ കേക്ക് കട ഉണ്ട്. ഡച്ചുകാരുടെ വൺ ഓഫ് ദ മെയിൻ ഫുഡാണ് ഈ ഡച്ച് പാൻ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ട്രോബെറി പാൻ കേക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നമുക്കിവിടെ കാനബീസിൻ്റെ കുറേ പ്രോഡക്റ്റ് കാണാൻ പറ്റും. പിന്നെ ആംസ്റ്റർഡാമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാനബീസ് പാർഷ്യലി ലീഗലായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ആംസ്റ്റർഡാം. അതുകൊണ്ട് തന്നെ നമുക്ക് കാനബീസിൻ്റെ പല ബ്രീഡിലുള്ള സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതുമാത്രമല്ല കാനബീസ് കൊണ്ടുണ്ടാക്കിയ ബ്രൗണിയും മിഠായിയും ഒക്കെ നമുക്ക് ഈ കടയിൽ കാണാം. പല വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഈ കടയിൽ കാണാം. അതുപോലെ ഒരുപാട് കടകൾ നമുക്ക് ആംസ്റ്റർഡാമിൽ കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് കോഫി ഷോപ്പും ഉണ്ട്. ഈ കോഫി ഷോപ്പിലൊക്കെയും നമുക്ക് പലതരത്തിലുള്ള കാനബീസിൻ്റെ വെറൈറ്റീസും കിട്ടും. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കാനബീസ് അഥവാ കഞ്ചാവ് കൊണ്ടുണ്ടാക്കിയ പലതരത്തിലുള്ള മിഠായികളാണ്. അതിൽ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവറുണ്ട്, പുളി ഉള്ളതുണ്ട്, പുളി ഇല്ലാത്തത്, അങ്ങനെ പല തരത്തിലുള്ള മിഠായി നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഈ കടയിൽ വന്നിരിക്കുന്നത് ആംസ്റ്റർഡാമിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നല്ലൊരു സൂവനീർ വാങ്ങാനായിട്ടാണ്. സംഭവം മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കുന്ന വിധം സൂവനീറുകളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് കളക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തപ്പിയെടുക്കുന്ന കാര്യം ഒരു ടാസ്ക്കാണ്. നമുക്ക് ഈ കടയിൽ ആംസ്റ്റർഡാമിൻ്റെ ലെവലുള്ള പല ടൈപ്പ് സാധനങ്ങൾ കിട്ടും. കാർഡും ടീഷർട്ട്, ബാഗ്, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും.
വേണ്ടി ഒരു സൂനിയർ വാങ്ങി. ആംസ്റ്റർഡാമിലെ മിക്ക സൈക്കിളുകൾ നമുക്ക് പൂവുകൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 90 കാലഘട്ടങ്ങളിൽ തൻ്റെ ഓർമ്മശക്തി കുറവായ ഭാര്യയുടെ സൈക്കിൾ കണ്ടെത്താനായിട്ട് ബാരൻ ഗ്രിഗറി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉപയോഗിച്ച ഒരു മാർഗ്ഗമാണ് ഈ സൈക്കിൾ അലങ്കരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കാൻ നേരത്താണ് നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. റെയ്ന റെസ്റ്റോറൻറ്റ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഫേമസ് ക്രിക്കറ്ററായ സുരേഷ് റെയ്നയുടെ ആംസ്റ്റർഡാമിലുള്ള റെസ്റ്റോറൻറ്റാണ്. മെയിനായിട്ടും ഇന്ത്യൻ ഡിഷസാണ് ഉള്ളത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ചിക്കൻ ബിരിയാണിയും തണ്ടൂരി ചിക്കൻ, പിന്നെ ഒരു നാൻ, പിന്നെ 2 മാംഗോ ലസ്സിയും. ഇവിടെ നമുക്ക് ധോണിയുടെയും റെയ്നയുടെയും സൈൻഡ് ജേഴ്സികൾ കാണാൻ പറ്റും. നമുക്ക് ഈ ഷോപ്പിൽ കഞ്ചാവിൻ്റെ പല വെറൈറ്റീസ് ഓഫ് സീഡ്സും ചെടികളും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അത് ലീഗലായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് തന്നെ. സോ ആർക്ക് വേണോ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. നമ്മളീ പോകുന്നത് ആംസ്റ്റർഡാമിലെ ഫേമസ് ഒരു സ്ഥലമായ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് ഏരിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. പേര് പോലെ തന്നെ ഇതൊരു 80+ ഏരിയയാണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് ആംസ്റ്റർഡാം. അതുകൊണ്ട് തന്നെ നമുക്ക് സുന്ദരികളായ ഒരുപാട് പെൺകുട്ടികളെ ഇവിടെ കാണാൻ പറ്റും. ഇതൊരു 80+ ഏരിയ ആയതുകൊണ്ട് തന്നെ വെറൈറ്റീസ് ഓഫ് പോൺ പരിപാടികൾ ഇവിടെ കാണാൻ പറ്റും. അതായത് ലൈവ് പോൺ, ഷോ പോൺ, മ്യൂസിയം, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പരിപാടികൾ ഈ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് ഏരിയയിലുണ്ട്. ഈ സ്ഥലത്ത് നമുക്ക് ആണുങ്ങളെ മാത്രമല്ല പെൺകുട്ടികളെയും അതുപോലെ ഫാമിലി ആയിട്ട് വരുന്നവരും കപ്പിളായിട്ട് വരുന്നവരും ഒക്കെ ഉണ്ട്. സംഭവം ഇതൊരു ആംസ്റ്റർഡാമിലെ ഫേമസ് ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ്. ഇവിടെ ഫോട്ടോഗ്രാഫി കംപ്ലീറ്റ് പ്രൊഹിബിറ്റഡ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്താൽ ഏകദേശം 250 യൂറോളം ഫൈൻ കിട്ടും. ഇവിടെ ഈ ഗ്ലാസ് റൂമിൻ്റെ അകത്ത് ഒരുപാട് സുന്ദരികളായ പെൺകുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ഇതവരുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗം കൂടിയാണ് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആംസ്റ്റർഡാമിലെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് ഏരിയയൊക്കെ കണ്ട് ആംസ്റ്റർഡാമിനോട് ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് ബെർലിനിലേക്ക് പോവുകയാണ്. നമ്മളപ്പം ബസ് സ്റ്റേഷൻ എത്തി. ഏകദേശം ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂറുണ്ട് ബെർലിനിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ആംസ്റ്റർഡാമിലെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാओ.